ഹായ് മക്കൾസ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഒരു മെത്തേഡോട് നോക്കാം. ഓക്കെ, സോ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കില്ലേ, എലിമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എലിമിനേഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ഓർ വൈനെ ഏതെങ്കിലും ഒന്ന് എലിമിനേറ്റ് ചെയ്യും. ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏതെങ്കിലും ഒന്നിനെടുത്തിട്ട് ഒന്നിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, വീണ്ടും അതിനെടുത്ത് അപ്പുറത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇങ്ങനെ ചെയ്യുന്നതിനാണ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്ന് പറയാം. ഓക്കെ, സോ ഇപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഫസ്റ്റ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്താണെന്ന് പഠിക്കാം, എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് പഠിക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഇവിടെ തന്നിട്ടുള്ളതിന് നമുക്ക് സോൾവ് എന്ന് പറഞ്ഞിട്ട് 2x + 3y = 11 ആൻഡ് 2x - 4y = -24 എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതിനെ രണ്ടിനെയും സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? എക്സും വൈയും എന്താണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, സോ അതിന് നമുക്ക് ഒന്നിരിക്കലും നിങ്ങളിവിടെ നോക്കിയത് തന്നിട്ടുള്ള രണ്ട് ഇക്വേഷൻ ഉണ്ടല്ലോ, നല്ല എളുപ്പമാണിടാ. ഇവിടെയൊക്കെ നമ്മളെ എലിമിനേഷൻ മെത്തേഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ, അത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ അത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അത് അവിടെ ഒരു നെഗറ്റീവ് സൈന് മാത്രം എടുത്ത് എക്സും ക്യാൻസലായി പോലെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ബാലൻസ് സിമ്പിളായിട്ട് കണ്ടുപിടിച്ച് പോകാം. ഓക്കെ, പക്ഷേ ഇവിടെ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്പെസിഫിക് ആയിട്ട് ചിലപ്പോൾ എന്ത് ചോദിക്കും? സോൾവ് ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്, സോൾവ് ബൈ എലിമിനേഷൻ മെത്തേഡ് എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ ആ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് നമുക്കൊക്കെ നല്ലപോലെ ക്ലിയർ ആവണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് തന്നെ കാണിച്ചു തരുന്നത്. ഓക്കെ, സോ ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് നമ്മൾ തന്നിട്ടുള്ള ഈക്വേഷൻസ് എന്തൊക്കെയാണെന്ന് രണ്ട് ഈക്വേഷൻ എടുത്ത് എഴുതി. എന്നിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു ഈക്വേഷൻ എടുക്കുക. എന്നിട്ട് ഈക്വേഷൻ എടുത്തിട്ട് ഒരു പാർട്ട്, ഇപ്പോൾ ഞാനിവിടെ എക്സിന് എടുക്കുന്നുണ്ടെങ്കിൽ എക്സിനെ ഇവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ളതിനെ കംപ്ലീറ്റ് ട്രാൻസ്പോസ് ചെയ്ത് ഈ സൈഡിൽ കൊണ്ടുവരും. ഇപ്പോൾ വൈയിനാണ് എടുക്കുന്നുണ്ടെങ്കിൽ വൈയിനെ ഇവിടെ നിർത്തിയിട്ട്, ഓക്കെ, സോ ഇപ്പോൾ ജസ്റ്റ് ഇപ്പോൾ നോക്കിയാൽ ഇക്വേഷൻ നമ്പർ 1 നമുക്ക് എങ്ങനെയായിട്ട് എടുക്കാം? ഫ്രം ഇക്വേഷൻ നമ്പർ 1 എങ്ങനെയായിട്ട് മാറും? ഇക്വേഷൻ നമ്പർ 1 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഇവിടെയുള്ള ഓക്കെ, ഇപ്പോൾ വൈനെ ഞാനിവിടെ വെച്ച്, അപ്പോൾ 3y = 1 ഇവിടെ ഓൾറെഡി ഉണ്ട്. ഇനി ഇവിടെയുള്ള 2x ഈ 2x നമ്മൾ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ ഇവിടുത്തെ പ്ലസ് സൈനാണ്, അത് മാറിയിട്ട് -2x ആകും. ആൻഡ് y മാത്രം മതി എന്നുണ്ടെങ്കിലോ ന്യൂമറേറ്റർ അതേപോലെ എഴുതി കൊടുക്കുക, ഡിവൈഡഡ് ബൈ 3നെ ഇവിടെ നോക്കി. ഇവർ തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഇവർ തമ്മിൽ മൾട്ടിപ്ലിക്കേഷനിലാണുള്ളത്. അപ്പോൾ ഈ മൾട്ടിപ്ലിക്കേഷനിലുള്ള സാധനത്തിന് നിങ്ങൾ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ അഥവാ ഈക്വൽ സൈൻ ഈ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ അങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യണം? അവിടെ അതിനെ ഡിവൈഡ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, സോ മൾട്ടിപ്ലിക്കേഷനുള്ളത് എന്തായി? ഡിവിഷൻ്റെ താഴെ വന്ന് സെറ്റ്. സോ ഇനി എന്തോ ഡിവിഷനിൽ താഴെ വന്നതിന് ശേഷം നെക്സ്റ്റ് എന്താണ് നമുക്ക് വരുന്നത്? ഈ ഒരു വാല്യൂ അല്ലേ, ഇപ്പം നമുക്ക് വൈക്ക് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ഒരു റഫായിട്ടൊരു വാല്യൂ കിട്ടിയിട്ടുണ്ട്. ഇതിനെ നിങ്ങൾ ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് എടുത്ത് വെച്ചോ. ഈ ഒരു വാല്യൂവിനെ യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ബാക്കി എക്സിനെയും വീണ്ടും വൈൻ്റെ ശരിക്കുള്ള ആൻസറും കണ്ടുപിടിക്കാൻ. ഓക്കെ, അതെങ്ങനെയാണ്? ഇപ്പോൾ ഏതെങ്കിലും ഒരു ഈക്വേഷൻ, ഈ രണ്ട് ഈക്വേഷൻ ഉണ്ട്, ഏതെങ്കിലും ഒരു ഈക്വേഷനിൽ നിങ്ങൾ എടുത്ത് എന്ത് ചെയ്യുക? വൈൻ്റെ വാല്യൂവിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ സബ്സ്റ്റിറ്റ്യൂട്ട് ദി വാല്യൂ ഓഫ് വൈ ഇൻ ഈക്വേഷൻ നമ്പർ y ഇൻ ഈക്വേഷൻ നമ്പർ 2 ഏതെങ്കിലും ഒരു ഈക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ എന്താകും? 2xൻ്റെ സ്ഥലത്ത് 2x തന്നെ, -4y എന്നുള്ള സ്ഥലത്ത് എന്താണ്? 4 കഴിഞ്ഞിട്ട് വൈന് പകരം നമ്മൾ എന്തെടുക്കും? നമ്മളിപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്ന, ഓക്കെ, ഞാനൊരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ 11 ആണ് ക്വസ്റ്റ്യനിൽ. ഓക്കെ, ക്വസ്റ്റ്യനിൽ 11 ആണ്, ഞാനിവിടേക്ക് 11 ആക്കി കൊടുക്കട്ടെ കേട്ടോ. ഞാനൊരു 1 ഇടാൻ വിട്ടുപോയതാണ്. ഓക്കെ, സോ ഞാനിപ്പോഴാണ് ക്വസ്റ്റ്യനിലേക്ക് ശ്രദ്ധിക്കുന്നത്. സോ 11 - 2x സെറ്റ്. അപ്പോൾ ഇവിടെ എന്താക്കും? 11 വരും. നെക്സ്റ്റ് ഇവിടെയുള്ള -2x, ഇവിടെ -2x ഉണ്ട്, -2x ഡിവൈഡഡ് ബൈ 3. ഈ ഒരു സാധനം ഇതേപോലെ ഇവിടെ എഴുതി കൊടുത്ത്, എന്നിട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു -24 എന്നുണ്ട്, അതിനെ നമ്മൾ എഴുതി കൊടുത്ത്. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യണം? ഇപ്പോൾ നമുക്കറിയുന്ന ഒരു വലിയ പ്രോബ്ലം എന്താണെന്നറിയോ? ഈ ഡിനോമിനേറ്ററിലെ നമ്പേഴ്സ് വരുന്നത്. സോ ഡിനോമിനേറ്ററിലെ നമ്പറിനെ കണ്ടപാടെ എങ്ങനെയെങ്കിലും അതിനെ റിമൂവ് ചെയ്യാൻ നോക്കിക്കോ. അപ്പോൾ എങ്ങനെയാണ് ഇവിടെയൊക്കെ നമുക്ക് എങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റും? ഇതുപോലുള്ള സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ LCM അഥവാ LCM ആയ 3നെ കംപ്ലീറ്റ് ഈക്വേഷനും മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, സോ മൾട്ടിപ്ലൈ എവറി ടേം ബൈ 3. എല്ലാ ടേമും മൾട്ടിപ്ലൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ചില മക്കൾ എന്ത് ചെയ്യും എന്നറിയോ? കുറച്ച് ഈ ഒരു 3ൻ്റെ എന്ന് പറയുമ്പോൾ ഇവിടെ മാത്രം 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ചിലപ്പോൾ ഇവിടെയും ചെയ്യും, ഇതിനെ വിട്ടുപോകും. അങ്ങനെ ചെയ്യരുത്. എല്ലാ ടേമും 1, 2, 3 ടോട്ടൽ 3 ടേംസ് ആണ് ഉള്ളത്. സോ മൾട്ടിപ്ലൈ എവറി ടേംസ്. ഈ 3 ടേംസിനെ നിങ്ങൾ എന്ത് ചെയ്യണം? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താകും? ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 2s are 6x ആകും അല്ലേ? നെഗറ്റീവ്. ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴോ ഇവിടെയുള്ള 3യും ഇവിടെയുള്ള 3യും കൂടെ ക്യാൻസലായി പോകും. അങ്ങനെയല്ലേ? ജസ്റ്റ് ഒന്ന് നോക്കി, ഇവിടെ നമ്മൾ 3 ഇട്ട് കൊടുക്കുകയാണ്, ഇവിടെയും നമ്മൾ 3 ഇട്ട് കൊടുക്കുകയാണ്, ഇവിടെയും നമ്മൾ 3 ഇട്ട് കൊടുക്കുകയാണ്. ഇവിടുത്തത് മൾട്ടിപ്ലൈ എഴുതി, ഇവിടെയുള്ളത് രണ്ടും ക്യാൻസലായി പോയി, ഇതിൽ ബാലൻസ് എഴുതുക, ഇവിടെ ഇത് മൾട്ടിപ്ലൈ ആക്കിയിട്ട് വേണം എഴുതാൻ. ഓക്കെ,
സോ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതണം. ഇപ്പോൾ ബാക്കി ബാലൻസ് ഇവിടെയുള്ള 4 11 മൈനസ് 2x കണ്ട. അപ്പോൾ സിംഗിൾ ലൈനായി. ഇപ്പോൾ അവിടെ എന്ത് വന്നിട്ടില്ല, ഡിനോമിനേറ്റർ വന്നിട്ടില്ല, കാരണം അത് ഓൾറെഡി ക്യാൻസലായി പോയി. ഇനി ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യാണ്, മൾട്ടിപ്ലൈ ചെയ്യാണ്. സോ ആൻസർ എത്ര വരും, 12 6 + 1 72 എന്ന് വരും. പിന്നെ ഇവിടെ ഉള്ളത് ഒരു നെഗറ്റീവ്, ആ നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുത്ത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ബ്രാക്കറ്റിനെ റിമൂവ് ചെയ്യുക. സോ 6 ബ്രാക്കറ്റ് റിമൂവ് ആകുമ്പോൾ എന്താകും, ഇത് മൾട്ടിപ്ലൈ ചെയ്യാണ്. സോ 44 മൈനസ് 4 2s 8x ഇസ് ഈക്വൽ ടു -72 എന്നാകും. ഇനി ലൈക്ക് ടേംസിന്, ഓക്കെ അവിടെ കാണുന്നില്ല അല്ലേ, സോറി, ഇവിടെ ഓക്കെ. ഇനി ലൈക്ക് ടേംസിന് എന്ത് ചെയ്യുക മക്കൾസ്, ഒരേപോലുള്ള ടേംസിന് എടുത്തിട്ട് ഒരു സെറ്റാക്കാം. സോ 6x മൈനസ് 8x എന്നുണ്ട്. 6x എന്ന് 8x പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാലൻസ് എന്താണ് കിട്ടുക, അതെവിടെ 6x എന്ന് നെഗറ്റീവ് അല്ല അല്ലേ, പ്ലസ് പോസിറ്റീവ് ആണ്. കാരണം ഇവിടെ -4 × 11 -44 കറക്റ്റാണ്. ആൻഡ് -4 × -2x എന്ന് പറയുമ്പോൾ പ്ലസ് പോസിറ്റീവ് 8x ആവും കേട്ടോ, അത് ശ്രദ്ധിക്കുക. നെഗറ്റീവ് × നെഗറ്റീവ് പോസിറ്റീവ്. ഓക്കെ, ഇവിടെ ഒന്നും ചേഞ്ച് ഇല്ല. അപ്പോൾ ഇവിടെ എന്താ, രണ്ടും ആഡ് ചെയ്യാനാണ്. സോ 8 + 6 സോ 14x. ഓക്കെ, സോ 14x എന്നുള്ളതായി. എപ്പോഴോ ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു, ഈ രണ്ട് സൈഡിലുള്ളതിന് ഇവിടെ -72 ആണുള്ളത്, ഇപ്പുറത്തുള്ളത് പോസിറ്റീവ് 44 ആണ്. സോ നിങ്ങൾ ചെയ്യുമ്പോൾ ഈ -72 എന്ന് 44 മൈനസ് ചെയ്യുക. സോ 72-ൽ നിന്ന് 44 മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാലൻസ് എത്രയാണ് കിട്ടുക, നെഗറ്റീവ് നമ്പറാണ്. ആൻഡ് 8 2 28 അല്ലേ. സോ 28 നമ്മുടെ ആൻസർ ആയിട്ട് കിട്ടി, എന്തിൻ്റെ, 14x-ൻ്റെ. പക്ഷെ നമുക്ക് ആൻസർ പോരല്ലോ, നമുക്ക് എന്ത് വേണം, എക്സിൻ്റെ വാല്യൂ എന്താണെന്ന് അറിയണം. സോ എക്സിൻ്റെ വാല്യൂ എന്താണെന്ന് അറിയണമെങ്കിൽ -28 ഡിവൈഡഡ് ബൈ ഇവിടെയുള്ള 14 ഡിനോമിനേറ്ററിൽ കൊണ്ടുവരണം. സോ 14 2 ടൈംസ് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായി, 14 2 ടൈംസ് ആണെങ്കിൽ 28. സോ x ഇസ് ഈക്വൽ ടു -2. കണ്ടോ, ഇപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ ആണ് കിട്ടിയിട്ടുള്ളത്. ഇനി എന്ത് ചെയ്യണം, ഈ എക്സിൻ്റെ വാല്യൂ കൊണ്ടുപോയിട്ട് മക്കൾ, നമ്മൾ നേരത്തെ വൈക്കൊരു വാല്യൂ ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, ഈ വാല്യൂയിൽ കൊണ്ടുപോയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, സോ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ തന്നെ അത് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സിൻ്റെ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്. അതിന് ഈ ഒരു ഈക്വേഷൻ നമ്പർ 3 എന്ത് ചെയ്യണം, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് x ഇസ് ഈക്വൽ ടു -2 ഇൻ ഈക്വേഷൻ നമ്പർ അവിടെ ഉണ്ട് 3 കേട്ടോ. ഇക്വേഷൻ നമ്പർ 3ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ y ഇസ് ഈക്വൽ ടു എന്താണ് തന്നിട്ടുള്ളത്, 11 മൈനസ് 2x 2 കഴിഞ്ഞിട്ട് എക്സിൻ്റെ സ്ഥലത്ത് എന്ത് കിട്ടും, -2 എന്ന് കൊടുക്കും അല്ലേ. സോ -2 എന്ന് കൊടുക്കും ഡിവൈഡഡ് ബൈ 3. സോ ഇപ്പോൾ നമ്മുടെ ആൻസർ എന്തായിട്ട് മാറും, 11 -2 × -2 എന്നാണ്. അപ്പോൾ ഇവിടെ അത് +4 ആയിട്ട് മാറും അല്ലേ, ഡിവൈഡഡ് ബൈ 3. സോ 11 + 4 എത്രയാണ്, 15. സോ 15 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുമ്പോൾ ആൻസർ എത്രയായിട്ട് മാറും, y ഇസ് ഈക്വൽ ടു 5 ടൈംസ് ആണ്. സോ 3ൻ്റെ ടേബിളിൽ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 3 1 ടൈം 3 is 3 5 times 3 is 15. സോ 5 ആൻസർ ആയിട്ട് കിട്ടും. ഓക്കെ, y ഇസ് ഈക്വൽ ടു 5. സോ എക്സിൻ്റെ വാല്യൂവും കിട്ടി, നമുക്ക് വൈൻ്റെ വാല്യൂവും കിട്ടി. ഇതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തഡ്. ഓക്കെ, സോ ഒന്നുകൂടി ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഫസ്റ്റ് എന്തെങ്കിലും ഈക്വേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഓൾറെഡി ഈക്വേഷൻ ഉണ്ടെങ്കിൽ നോ പ്രോബ്ലം, ഈക്വേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈക്വേഷനെ ക്രിയേറ്റ് ചെയ്യണം വേർഡ് പ്രോബ്ലം ആണെങ്കിൽ. അത് കഴിഞ്ഞിട്ട് ഒരു സൈഡിൽ ഇപ്പോൾ ഇതിനെ ഇവിടെ വെക്കുകയാണെങ്കിൽ ബാക്കി ഇതിനെ കംപ്ലീറ്റ് ആകാനുണ്ട്. അല്ല എക്സ് ആണ് ഇവിടെ വെക്കുന്നതെന്നുണ്ടെങ്കിൽ എന്താകും, 11x - 3y ഡിവൈഡഡ് ബൈ 2 എന്നാകും. സോ ഏതെങ്കിലും ഒരു വേരിയബിളിനെ മാത്രം ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വെച്ചിട്ട് ബാക്കിയുള്ളതിനെ കംപ്ലീറ്റ് നിങ്ങൾ ട്രാൻസ്പോസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വൈന് ഒരു വാല്യൂ കിട്ടി. ഓക്കെ, ഒരു റഫ് വാല്യൂ കിട്ടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, എന്നിട്ട് വീണ്ടും അത് യൂസ് ചെയ്തിട്ട് അത് ഏതെങ്കിലും ഒരു ഈക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എക്സിനൊരു വാല്യൂ കിട്ടും. കണ്ടോ, ആ എക്സിൻ്റെ വാല്യൂവിൻ്റെ അടുത്ത് വീണ്ടും ഇവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് വൈൻ്റെ ശരിക്കുള്ള വാല്യൂ കിട്ടുക. ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഓവറാണ്. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇവിടെ ലാസ്റ്റ് എന്തും കൂടെ ചോദിച്ചിട്ടുണ്ട്, നമ്മളോട് ജസ്റ്റ് ചോദിച്ചിട്ടുണ്ട് വെറുതെ ഫൈൻഡ് ദി വാല്യൂ ഓഫ് m ഫോർ വിച്ച് y ഇസ് ഈക്വൽ ടു mx + 3. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വൈൻ്റെയും എക്സിൻ്റെയും നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ച വാല്യൂ അവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത് സോൾവ് ചെയ്യുക. ഇത്രയും കൂടെ ചെയ്താൽ നമ്മൾ പരിപാടി ഓവർ. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂവിനെ എടുത്തിട്ട് നമ്മുടെ ഈ ഒരു ഈക്വേഷനാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ, y ഇസ് ഈക്വൽ ടു mx + 3, അതിൽ കൊണ്ടിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ആൻസർ എങ്ങനെയായിട്ട് കിട്ടും, എന്താ ജസ്റ്റ് നോക്കിയേ, y എന്നുള്ള സ്ഥലത്ത് നമ്മളിതാ y ഇവിടെ എന്താണ് 5. സോ 5 ഇസ് ഈക്വൽ ടു m നമുക്കറിയില്ല, എക്സിൻ്റെ പ്ലേസിൽ -2 ഉണ്ട്, ആ 2 ഇട്ട് പ്ലസ് ഇവിടെ ഒരു 3 ഉണ്ട്, ആ 3 ഇട്ട് കൊടുത്ത്
ഓക്കെ. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, എമ്മിനാണല്ലോ നമുക്ക് വേണ്ടത്. അപ്പോൾ എമ്മിനെ മാത്രം ഇവിടെ നിർത്താം കേട്ടോ. ഇവിടെ എന്തെന്ന് -2m എന്നാണ് വരുന്നത്. ആ ഒരു ആൻസറിനെ മാത്രം നിങ്ങൾ അവിടെ ഒരു ഭാഗത്ത് നിർത്തുക. ഓക്കെ. ബാക്കിയുള്ളതിനൊക്കെ മാറ്റി കൊണ്ടുവരിക. സോ ഇവിടെ എന്ത് വരും, 5 ഇവിടെ ഉണ്ട്. ഈ 3 ഇങ്ങോട്ട് വരുമ്പോൾ എന്താകും, -3 ആകും. ആൻഡ് ഇവിടെ എന്താകും, -2m ആകും. സോ നിങ്ങളുടെ ആൻസർ എന്താകും, 2 = എന്ത് കിട്ടും, -2m എന്ന് കിട്ടും. സോ m മാത്രം മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, 2 ഓൾറെഡി ഇവിടെ ഉണ്ട്. ഈ 2നെ താഴത്തേക്ക് കൊണ്ടുവരികയാണ് നമ്മളല്ലേ. സോ -2 ആയിട്ട് വരും. സോ ഇപ്പോൾ ആൻസർ, എമ്മിൻ്റെ ആൻസർ എത്രയായിട്ട് വരും, 2 × 2 ക്യാൻസലാകും, -1 ഉണ്ട്. ഓക്കെ. സോ -1 ആയിട്ട് എമ്മിൻ്റെ വാല്യൂ കിട്ടി നമുക്ക്. ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റിന് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാമിനെ കോൺടാക്ട് ചെയ്യട്ടോ.